കേരള സ്റ്റോറി നരേറ്റീവുകൾ അണിയറയിൽ ഒരുക്കുന്ന പ്രൊപ്പഗാൻഡ മേക്കേഴ്സാണ് ദുരന്തർ 2 കണ്ടുപഠിക്കേണ്ടത്. മേക്കിംഗ് ഗംഭീരം, അസാധ്യ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് എങ്കിലും സിനിമ പറയുന്ന പൊളിറ്റിക്സിനോട് യോജിപ്പില്ല എന്നങ്ങ് ഒരു വരിയിൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപക്ഷെ കേരള സ്റ്റോറിയേക്കാൾ വിഷം പരത്തുന്നതാണ് ഇത്തരം വെൽമെയ്ഡ് പ്രൊപ്പഗാൻഡകൾ. ഒറ്റ വരിയിൽ പറഞ്ഞാൽ BJPയുടെ മാനിഫെസ്റ്റോ ആണ് ഈ ചിത്രം. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന 60,000 കോടി തടയാൻ വേണ്ടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നശിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയതാണത്രേ നോട്ട് നിരോധനം. അത് രാജ്യത്ത് നടന്ന ഏറ്റവും മഹത് പ്രവൃത്തിയെന്ന് ഊന്നിപ്പറയുന്നു. തീവ്രവാദി കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നിന്നും ഇന്ത്യയെ രക്ഷിച്ചെടുക്കുന്ന അവതാര പുരുഷനായി നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിക്കുന്നു. 4 മണിക്കൂർ നീണ്ട സിനിമയിൽ അനാവശ്യമായി മോദിയുടെ സത്യപ്രതിജ്ഞയും മറ്റു രംഗങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നു. ദുരന്തറിന് പറയാനുള്ളത് ഒന്നു മാത്രമാണ്: BJP ഭരണത്തിൽ വന്നതിന് ശേഷം രക്ഷപ്പെട്ട ഭാരതം എന്നത്. ഇന്ത്യയെ തിരിച്ചടിക്കാൻ പ്രാപ്തമാക്കിയത് BJP ആണത്രേ. ഇന്ത്യൻ പൗരനും പ്രതികാരം വീട്ടാൻ ശക്തി പകർന്നു തന്നത് മോദിയാണത്രേ. ഇത്തരം വ്യാജ നരേറ്റീവുകൾ കൊണ്ട് യുക്തിയുടെ കണ്ണുകെട്ടാൻ, മോദിയെയും യോഗിയെയും പേരെടുത്ത് സ്തുതിക്കാൻ ഒരു ഇന്ത്യൻ നിർമ്മിത പ്രൊപ്പഗാൻഡ പടം. മറ്റൊന്നുമല്ല ദുരന്തർ.